ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അമേസിംഗ് സീക്രറ്റ്സ് ഓഫ് ബ്യൂട്ടി. ഇന്നിപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ പായസമാണ്. ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള പായസമാണ്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. മത്തങ്ങ എന്ന് പറഞ്ഞാൽ വളരെ ഗുണങ്ങളുള്ളതാണ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം, എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ട് ഞാൻ മത്തങ്ങ എടുത്ത് തൊലി കളഞ്ഞ് നന്നായി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാൽ, ശർക്കരപ്പാനി, പിന്നെ നെയ്യ് വേണം, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അതുപോലെ ചൗവരി, പിന്നെ ഏലയ്ക്ക. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. ഇനി ഞാനിവിടെ ശർക്കര ഉരുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടി വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഇത് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അതുപോലെ തന്നെ മറ്റേ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് മത്തങ്ങയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഞാൻ ചൗവരി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ചൗവരി വേവിച്ച് എടുക്കാം. മത്തങ്ങ നല്ല വെന്ത് വന്ന് അത് ആറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് എല്ലാം മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ആ വേവിച്ച വെള്ളം നമ്മൾ കളയണ്ട. ഇനി നമുക്കത് ആവശ്യം വരുമ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. കിസ്മിസ് അണ്ടിപ്പരിപ്പും വറുത്ത് മാറ്റി ആ നെയ്യ് തന്നെ നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മത്തങ്ങ മിക്സിയിൽ അടിച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ശർക്കര പാനി അത് അരിച്ച് തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ മണ്ണ് പൊടിയൊക്കെ കാണും. അപ്പോൾ അരിച്ച് അതിലേക്ക് ഒഴിക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ച് വെച്ചേക്കുന്ന ചൗരിയും കൂടെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ നമുക്ക് ആ മത്തങ്ങയുടെ വെള്ളം, വേവിച്ച് വെച്ചേക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ ബാക്കി വരുന്ന, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതെന്തെന്ന് വെച്ചാൽ ഈ മധുരം ആയതുകൊണ്ട് അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഒരു നുള്ളു മാത്രമേ ഇടാവൂ, ഒരു കുറച്ച് ഉപ്പ്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം തേങ്ങാപ്പാൽ
ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ തിരികെ അതിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി. ഇനി തിളക്കേണ്ട ഒരു തിള ഇങ്ങനെ വരുന്ന ടൈം നമുക്കത് ഓഫ് ചെയ്യാം. നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കിസ്മിസ് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളി പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല കമൻസൊക്കെ ഇടുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.